ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, മക്കൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക്. ഈ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ മക്കൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പിക്ചർ ഫാത്തിമ ഷൻസ, 3.5 വയസ്സായിട്ടുള്ള. അപ്പോൾ അമ്മ കൈയൊക്കെ പിടിച്ചു കൊടുത്ത് കളറടിച്ചതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ മോളു. അടുത്തതായിട്ട് വരച്ചിരിക്കുന്നത് രമ്യ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറുടെ മോള് പാർവതി നായർ എന്നാണ്. പപ്പ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവരുടെ. അപ്പോൾ തേഴ്സ്ഡേ വരുമ്പോൾ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു മെസ്സേജും അവർ എഴുതിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അടുത്തതായിട്ട് മിനി സന്തോഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറുടെ മോള് അനന്യ സന്തോഷ് വരച്ചിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സാണ്. വളരെ നന്നായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് സൗമ്യ ശ്രീകേഷ് ആണ് അയച്ചു തന്നിരിക്കുന്ന പിക്ചേഴ്സ്. മോള് ചെയ്ത നല്ല നല്ല ക്രാഫ്റ്റുകൾ കുറേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സാണ്. നിങ്ങൾക്കിതിൽ ഇൻസ്പയർഡ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ക്രാഫ്റ്റുകളും പിക്ചേഴ്സൊക്കെ അയച്ചു തന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾ അതിന് ടൈം കണ്ടെത്തി ചെയ്തല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ ആദ്യത്തെ ടാസ്ക് ഇന്നത്തെ നമ്മുടെ ബുക്കുകൾ ഒതുക്കി വെക്കലാണ്. അതായത് നമ്മൾക്കിപ്പോൾ ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും, കുട്ടികളുടെ സ്റ്റോറി ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും. അപ്പോൾ ഞങ്ങളുടെ അവിടെ ബുക്ക് ഷെൽഫായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു സ്റ്റാൻഡാണുള്ളത്. വേറൊരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. പിന്നീട് ഞാൻ അത് ബുക്ക് ഷെൽഫാക്കി മാറ്റി. കാരണം ബുക്ക് ഷെൽഫ് ഇപ്പോൾ പെട്ടെന്ന് മേടിക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. അതിനുമാതിരി ബുക്കൊന്നുമില്ല. അവരുടെ കുറച്ച് ബുക്സൊക്കെ ഉള്ളൂ. അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് അത് അവർ തന്നെ എടുത്തിട്ടൊക്കെ കുറച്ച് അലങ്കോലമായിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന്. വേറെ പ്രത്യേകിച്ച് ഭയങ്കര ഇതൊന്നുമില്ല. എന്നാലും അവരെ കൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് പൊടിയൊക്കെ തുടച്ചൊന്ന് പൊടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും കുട്ടികളെ കൊണ്ട് അത് അവരുടെ ബുക്സ് കുട്ടികളെ കൊണ്ട് തന്നെ മാക്സിമം ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവർ കുറച്ചും കൂടി പണികൾ ചെയ്യാൻ പഠിക്കുകയും ചെയ്യും. അപ്പം മക്കളുടെ ബുക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബുക്കിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേയൊന്നുമില്ല. പക്ഷെ കുറച്ച് ഇംഗ്ലീഷ് ബുക്സും കുറച്ച് മലയാളം ബുക്സും, കൂടുതൽ ഇംഗ്ലീഷ് ബുക്സാണ് കുറച്ചുള്ളത്. അപ്പോൾ ഈ പിക്ചേഴ്സുള്ള എനിമലിൻ്റെ പിക്ചേഴ്സുള്ളത് ഓരോ മൃഗങ്ങളെ പറ്റിയിട്ട് അവരുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കഥകളാണ്. 4 ബുക്സ് ഉണ്ട്. പിന്നെ സ്മൈൽ പബ്ലിക്കേഷൻ്റെ കുറേ ബുക്സാണ്. ഞാൻ അവരെ കുറേ ബുക്സ് മേടിച്ചിട്ടുണ്ട്. നല്ല സ്റ്റോറീസാണ്. ഫെയറി ടെയിൽസും മോറൽ സ്റ്റോറീസും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കഥകൾ എടുക്കാൻ ശ്രദ്ധിക്കാത്രേ ഉള്ളൂ. അതുപോലെ കഥ നല്ല വേർഡ്സും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വേർഡ്സുള്ള കഥ ബുക്കുകൾ നോക്കുക. നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണമെന്ന് വായിക്കാൻ. മീൻസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ബുക്ക് മേടിക്കുക. വെറുതെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തായാലും അതിൽ ഇൻട്രസ്റ്റ് വരില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ വശത്ത് ചെറിയ ചെറിയ മലയാളം കഥ ബുക്കുകളാണ്. ഞാൻ വായിക്കാറില്ലേ കുറേ കുഞ്ഞു കുഞ്ഞു മലയാളം കഥ ബുക്കുകൾ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ കളറിങ് ബുക്കുകളാണ് വെച്ചിരിക്കുന്നത്. അവരുടെ കുറേ കളറിങ് ബുക്സ്, ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ പിന്നെ അതിൻ്റെ താഴെ തന്നെ എൻസൈക്ലോപീഡിയ പറഞ്ഞ പിക്ചർ ഡിക്ഷണറി, നല്ലൊരു സംഭവം കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളാണ് പിക്ചർ ഡിക്ഷണറി. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വേറെ കുറച്ച് കളിക്കുടുക്ക പോലത്തെ ബുക്സ്. പിന്നെ എൻ്റെ ബുക്സ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബെഡിൻ്റെ സൈഡിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഈ ബോക്സ് എന്ന്. ഇത് ഞാൻ ഷാർജയിലായിരുന്ന സമയത്ത് മേടിച്ചത്. അതുകൊണ്ട് എൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അറിയില്ല കേട്ടോ. കുറേ പേര് ഇടയ്ക്ക് ബെഡിൻ്റെ സൈഡിൽ ഇത് എന്താ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കാര്യമായിട്ട് ബുക്കൊന്നുമില്ല. ഞാൻ ബുക്ക് വായനയൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ബുക്ക് മേടിക്കാറില്ല കടയിൽ നിന്ന്. പക്ഷേ ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്ത് വായിക്കണമെന്ന ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം. എന്തായാലും ഇപ്പോൾ മൊബൈലൊക്കെ വന്നതിന് ശേഷം ബുക്ക് വായനയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് റെസിപ്പി ബുക്സ് ഉണ്ട്, കുറച്ച് ബുക്സ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളുള്ള ബുക്സ് ഉണ്ടെന്നല്ലാതെ നല്ലൊരു ബുക്കൊന്നും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി എനിക്കതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബോക്സിൽ അതൊക്കെ അടച്ച് എടുത്ത് വയ്ക്കുകയാണ്. കാരണം എന്തായാലും അവിടെ ഇരിക്കട്ടെ. വായന കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ മുൻപ്. അപ്പോൾ ഇത്തിരി ഇപ്പോൾ ഉള്ള ബുക്സൊക്കെ ഒന്ന് വായിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ബുക്സൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിരുന്നു. ഞാനത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ഓൺലൈനിൽ നോക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും മേടിക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഫോൺ പോയി എടുക്കുക. ഫോൺ പോയി എടുത്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന ചില കൂട്ടുകാരൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോൺടാക്റ്റ് ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങളുടെ കൂട്ടുകാരികളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് തീരെ കോൺടാക്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ആയിട്ട് ജസ്റ്റ് അവരോടൊന്നൊരു മെസ്സേജ് അയക്കുക. അവരോട് ഹായ് പറയുക. നിങ്ങൾ എന്താ മറന്നുപോയി അവരെന്ന് അറിയില്ല. നമ്മുടെ ബിസി ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഓർക്കണമെന്നില്ല. പണ്ടൊക്കെ നമുക്ക് അവർ വലിയ വലിയ ആളുകളായിരുന്നു. ഇന്ന് നമുക്ക് അവർ ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ചെയ്യാൻ നിങ്ങളൊന്ന് ടൈം കണ്ടെത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള മൂന്നാമത്തെ ടാസ്ക് ഇന്ന് നമ്മളൊരു കിരീടമാണ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളിന്ന് എന്തിട്ട് ചെയ്യാൻ പോകണമെന്നറിയോ? കിരീടം ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾക്കൊക്കെ മഹാറാണിമാരാവണോ? പ്രിൻസസ് ആവണോ? ആർക്കാ പ്രിൻസസ് ആവണ്ടേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എന്തിട്ട് ഉപയോഗിക്കണമെന്നറിയോ? ഇതാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല ഷൈനിങ് ആയിരിക്കും ഇതിന്. ഇതൊരു 13 രൂപയായിരുന്നു വില ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കിതില്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിൽ എന്താ പറയുക ഷൈനിങ് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ ഒക്കെ ഒട്ടിക്കാം അല്ലേ? അപ്പം
പൗഡറൊക്കെ ഇടാം, ഇഷ്ടത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പശ വേണം, ഒരു മാർക്കർ, കത്തര, സ്റ്റേപ്ലർ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷെല്ലോ മിററോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്. അപ്പം നമുക്ക് എന്തായാലും ഇനി കിരീടം ഉണ്ടാക്കാം. ആർ യു റെഡി? ഓക്കെ. അപ്പോൾ ഒരാൾക്ക് ഓറഞ്ചും ഒരാൾക്ക് പിങ്കും ആട്ടാ. ഓക്കെ ഓക്കെ, വരട്ടെ. ഇനി ഇതിൽ അമ്മ കുറച്ച് വെട്ടൽ പണികളുണ്ട്, വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഒരു ക്രൗണിൻ്റെ തലയിൽ ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രിപ്പ് മുറിച്ചെടുക്കണം. അത് 2 സ്ട്രിപ്പ് നമുക്ക് വേണം, കാരണം നിങ്ങളുടെ തല വലുതല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് സ്കെയിലോട്ട് നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്ട്രിപ്പ് ഇതേ വെട്ടിയെടുത്തു കണ്ട. ഇനി നമ്മൾക്ക് എന്തിനു വേണ്ടതെന്ന് അറിയോ? കിരീടത്തിന് ഇങ്ങനെ നല്ല ക്രൗണിൻ്റെ ഷേപ്പ് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുമ്മ ഇങ്ങനെ വി പോലെ ഡിസൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ കിരീടത്തിൻ്റെ 2 സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു കണ്ട. അപ്പോൾ അതെ 2 ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതെന്തിനാ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പ്ലേസ് ചെയ്യും ഇങ്ങനെ ഫ്രണ്ടിൽ, അപ്പോൾ അതൊരു സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇത് എന്തായാലും 2 ഉണ്ട് ഇവിടെ. ഇത് 2 കൂടി ആയി തന്നെ നമ്മൾ ഗ്ലൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനെവിടെ ഗ്ലൂ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനെവിടെ ഗ്ലൂ ചെയ്യണം കണ്ടോ. അപ്പോൾ ഗ്ലൂ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. എന്നിട്ട് നമ്മൾ നമുക്കത് ഡെക്കറേഷൻ ചെയ്യണം. അതാണ് പണി. ഓക്കെ, നീ ചെയ്തോ. അപ്പം നേരത്തെ ക്രൗൺ ഉണ്ടാക്കിയപ്പോൾ നമ്മളിത് എങ്ങനെ ഫിക്സ് ചെയ്തെന്ന് കാണിക്കാൻ മറന്നുപോയി. ഇതിവിടെ നമ്മളെ സ്റ്റേപ്ലർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതെന്തിനാ വെച്ചാൽ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതുമ്മേ ഈ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് തന്നെ നമുക്ക് ഇപ്പുറത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികളുടെ തലയിൽ കൊള്ളണ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് അവിടെ ഒട്ടിച്ചു വയ്ക്കാം ഒരു ഫോം ഷീറ്റ് കൊണ്ട്. കിരീടത്തുമ്മേ ഷൈനിങ് ഒക്കെ ഒട്ടിക്കണ്ടേ? അതൊക്കെ നമ്മുടെ കിരീടം നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മതേ കുറച്ച് ഷെല്ലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് മിറർ. പിന്നെ എന്താണെന്ന് വെച്ചാലേ ഈ കളറിലുള്ള ഈ നമ്മൾ ഫോം ഷീറ്റില്ലേ മുറിച്ചെടുത്തത്, അമ്മ അതേ കുറേ പീസസ്. നിന്റെ പിങ്ക് അല്ലേ, അപ്പോൾ 2 ആളുടെ മാറി ഫിറ്റ് ചെയ്യാം. ഇതുമ്മ ഇത്തിരി പിങ്കും ഗോൾഡൻ വെക്കണ്ട, കാരണം ഗോൾഡൻ വെച്ചാൽ കാണില്ല. ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ക്രൗണുമ്മ. പിന്നെ കുറച്ച് ഇവിടെ ടോപ്പിൽ ഇങ്ങനെ കിരീടത്തുമ്മ കല്ല് വെക്കണം. അമ്പോ ഇതൊക്കെ വെച്ചാൽ സൂപ്പറാവൂല്ലേ കാണാൻ. അപ്പം നമ്മുടെ ക്രൗൺ റെഡി. ഇഷ്ടായ കിരീടം? മഹാറാണിയായ? ഓക്കെ, ബൈ ബൈ.